ശാന്തി. 3/3/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പരിധിയില്ലാത്ത നാടകത്തെ സദാ സ്മൃതിയിൽ വയ്ക്കൂ, എങ്കിൽ അപാര സന്തോഷം നിലനിൽക്കും. ഈ നാടകത്തിൽ ആരാണോ നല്ല പുരുഷാർത്ഥിയും അനന്യരും ആയവർ, അവരുടെ പൂജയും അധികമുണ്ടാകുന്നു. ചോദ്യം: ഏതൊരു സ്മൃതി ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കുന്നു? ഹർഷിതമായിരിക്കാനുള്ള യുക്തി എന്താണ്? ഉത്തരം: സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഭാവിയിലെ പുതിയ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയുടെ സന്തോഷത്തിലിരിക്കൂ, അപ്പോൾ ദുഃഖങ്ങൾ മറന്നുപോകും. വിഘ്നങ്ങളുടെ ലോകത്തിൽ വിഘ്നം വരും, എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ എന്ന സ്മൃതി ഉണ്ടായിരിക്കട്ടെ, അപ്പോൾ ഹർഷിതമായിരിക്കും. ഗീതം: ഉണരൂ പ്രിയതമമാരെ, ഉണരൂ. ഓം ശാന്തി. ഈ ഗീതം വളരെ നല്ലതാണ്. ഗീതം കേൾക്കുമ്പോൾ തന്നെ മുകളിൽ നിന്നുമുള്ള 84 ജന്മങ്ങളുടെ രഹസ്യം ബുദ്ധിയിൽ വരുന്നു. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണോ മുകളിൽ നിന്നും വരുന്നത്, അപ്പോൾ സൂക്ഷ്മവതനം വഴിയല്ല വരുന്നത്. ഇപ്പോൾ സൂക്ഷ്മവതനം വഴി പോകേണ്ടതുണ്ട്. സൂക്ഷ്മവതനം ബാബ ഇപ്പോൾ തന്നെയാണ് കാണിക്കുന്നത്. സത്യത്രേതായുഗത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ കാര്യമേ ഉണ്ടായിരിക്കില്ല. ചിത്രങ്ങളോ മറ്റോ ഒന്നുമില്ല. ഭക്തിമാർഗത്തിലാണെങ്കിൽ എണ്ണമറ്റ ചിത്രങ്ങളുണ്ട്. ദേവിമാരുടെയും മറ്റും പൂജയും ധാരാളം നടക്കുന്നു. ദുർഗയും കാളിയും സരസ്വതിയും എല്ലാം ഒന്നു തന്നെയാണ്. എന്നാൽ എത്ര നാമങ്ങൾ വച്ചിരിക്കുന്നു! ആര് നന്നായി പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടാകുമോ, അനന്യരായിരിക്കുമോ, അവരുടെ പൂജയും കൂടുതൽ നടക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെയാണ് പൂജ്യരിൽ നിന്നും പൂജാരിയായി ബാബയുടെയും തൻ്റെയും പൂജ ചെയ്യുന്നത്. ഈ ബാബയും നാരായണൻ്റെ പൂജ ചെയ്തിരുന്നുവല്ലോ. വണ്ടർഫുൾ കളിയാണ്. നാടകം കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുമല്ലോ. അതേപോലെ ഇതും പരിധിയില്ലാത്ത നാടകമാണ്. ഇതിനെ ആരും അറിയുന്നില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ മുഴുവൻ ഡ്രാമയുടെയും രഹസ്യമുണ്ട്. ഈ ലോകത്തിൽ എത്ര അളവറ്റ ദുഃഖമാണ്! നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ. നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിലെ സന്തോഷം നിലനിൽക്കുകയാണെങ്കിൽ അത് ഈ ദുഃഖത്തെ ഇല്ലാതാക്കുന്നു. ബാബ വളരെയധികം വിഘ്നമുണ്ടാകുന്നു, നഷ്ടമുണ്ടാകുന്നു എന്നെഴുതുന്നു. ബാബ പറയുന്നു, എന്ത് വിഘ്നം വന്നാലും ഇന്ന് ലക്ഷപതിയായിരിക്കാം, നാളെ കക്കപതിയായി മാറുന്നു, ദരിദ്രമായി മാറുന്നു എന്നർത്ഥം. നിങ്ങൾ ഭാവിയിലെ സന്തോഷത്തിൽ ഇരിക്കേണ്ടതാണല്ലോ. ഇത് രാവണന്റെ ആസുരീയ ലോകം തന്നെയാണ്. മുന്നോട്ടു പോകവേ ഏതെങ്കിലുമൊക്കെ വിഘ്നമുണ്ടാകും. ഈ ലോകത്തിൽ ബാക്കി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ അളവറ്റ സുഖങ്ങളിലേക്ക് പോകും. ബാബ പറയുന്നുവല്ലോ, ഇന്നലെ കറുപ്പായിരുന്നു, ഗ്രാമത്തിലെ ബാലനായിരുന്നു. ഇപ്പോൾ ബാബ നമുക്ക് നോളജ് നൽകി വെളുപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ ബീജരൂപമാണ്, സത്യമാണ്, ചൈതന്യമാണ്. ആ ഒന്നിനെ സുപ്രീം സോൾ എന്ന് പറയുന്നു. ആ ഒന്ന് ഉയരങ്ങളിലും ഉയരങ്ങളിൽ വസിക്കുന്നവനാണ്. പുനർജന്മത്തിൽ വരുന്നില്ല. നമ്മളേവരും ജനന മരണത്തിൽ വരുന്നു. ആ ഒന്ന് റിസർവ്ഡ് ആണ്. ആ ഒന്നിന് അന്തിമത്തിൽ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഭക്തിമാർഗത്തിൽ ജന്മജന്മാന്തരങ്ങളായി പാടി വന്നു. ബാബ അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങയുടേത് തന്നെയാകും. എൻ്റേത് ഒരു ബാബ, രണ്ടാമതാരുമില്ല. നമ്മൾ ബാബയുടെ കൂടെ തന്നെ പോകും. ഇത് ദുഃഖത്തിൻ്റെ ലോകമാണ്. ഭാരതം എത്ര ദരിദ്രമാണ്! ബാബ പറയുന്നു, ഞാൻ ഭാരതത്തെ തന്നെയാണ് സമ്പന്നം ആക്കിയിരുന്നത്. പിന്നെ രാവണൻ നരകമാക്കി.
ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ബാബയുടെ മുന്നിലിരിക്കുകയാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിലും ധാരാളം പേർ ഇരിക്കുന്നു. എല്ലാവർക്കും ഇവിടെ ഇരിക്കേണ്ടതില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നുകൊള്ളൂ. നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊള്ളൂ. വെള്ള വസ്ത്രം ധരിക്കണമെന്ന് ആരാണ് പറയുന്നത്? ബാബ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നില്ലെങ്കിൽ അപ്പോൾ വെള്ള വസ്ത്രം ധരിക്കാം. ഇവിടെ നിങ്ങൾ വെള്ള വസ്ത്രം ധരിച്ച് ഇരിക്കുന്നു. എന്നാൽ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് ആ ഡ്രസ്സിലും ധാരാളം പേരുടെ മംഗളം ചെയ്യാൻ സാധിക്കും. മാതാക്കൾ തൻ്റെ പതിക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഭഗവാൻ വാചയാണ് പവിത്രമാകണം. ദേവതമാർ പവിത്രമാണ്. അതിനാലാണ് അവരെ നമിക്കുന്നത്. പവിത്രമാകുന്നത് നല്ലതാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം സൃഷ്ടിയുടെ അന്തിമമാണ്. കൂടുതൽ പൈസ എന്തു ചെയ്യുവാനാണ്? ഇക്കാലത്ത് എത്ര കൊള്ള നടക്കുന്നു. കൈക്കൂലിയുടെ എത്ര കാര്യങ്ങൾ ഉണ്ടാകുന്നു. ചിലരുടേത് പൊടിയിൽ അമർന്നു കിടന്നു എന്നത് ഇപ്പോഴത്തെ കുറിച്ച് പാടിയിരിക്കുന്നതാണ്. ആരാണോ പ്രഭുവിൻ്റെ പേരിൽ ചിലവഴിക്കുന്നത് അവരുടേത് സഫലമാകും. പ്രഭു ഇപ്പോൾ മുന്നിലുണ്ട്. വിവേകശാലികളായ കുട്ടികൾ തൻ്റെ സർവ്വതും പ്രഭുവിൻ്റെ നാമത്തിൽ സഫലമാക്കുന്നു. മനുഷ്യരേവരുമാണെങ്കിൽ പതിതർക്ക് ദാനം ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ പുണ്യ ആത്മാക്കളുടെ ദാനമാണ് സ്വീകരിക്കേണ്ടത്. ബ്രാഹ്മണരുമായി അല്ലാതെ മറ്റാരുമായി കണക്ഷനില്ല. നിങ്ങൾ പുണ്യ ആത്മാക്കളാണ്. നിങ്ങൾ പുണ്യത്തിൻ്റെ തന്നെ കാര്യം ചെയ്യുന്നു. ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. അതിലും നിങ്ങൾ തന്നെയാണ് വസിക്കുന്നത്. പാപത്തിൻ്റെ ഒരു കാര്യവുമില്ല. ധനം എന്തെല്ലാമുണ്ടോ ഭാരതത്തെ സ്വർഗമാക്കുന്നതിനായി ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു. തൻ്റെ വയറ് മുറുക്കി കെട്ടി, അതായത് വിശപ്പ് സഹിച്ചും പറയുന്നു, ബാബ നമ്മുടെ ഒരു ഇഷ്ടികയെങ്കിലും ഇതിൽ വിനിയോഗിക്കൂ. അപ്പോൾ അവിടെ നമുക്ക് കൊട്ടാരം ലഭിക്കും. എത്ര വിവേകശാലികളായ കുട്ടികളാണ്. കല്ലുകൾക്ക് പകരമായി സ്വർണം ലഭിക്കുന്നു. സമയം ബാക്കി കുറച്ചേ ഉള്ളൂ. നിങ്ങൾ എത്രമാത്രം സർവീസ് ചെയ്യുന്നു. എക്സിബിഷനും മേളയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കേവലം പുത്രിമാർ തീവ്രമാകണം. പരിധിയില്ലാത്ത ബാബയുടേതാകുന്നില്ല. മോഹം ഉപേക്ഷിക്കുന്നില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങളെ സ്വർഗത്തിലേക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ശ്രീമത്തനുസരിച്ച് നടക്കുമെങ്കിൽ ഉയർന്ന പദവി നേടും. ഈ കാര്യങ്ങൾ മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. മുഴുവൻ സൃഷ്ടിചക്രവും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം. ബാബ പറയുന്നു, കുട്ടികളെ സ്വദർശന ചക്രധാരിയാകൂ. മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കൂ. നോക്കൂ, ഈ തൊഴിൽ എങ്ങനെയുള്ളതാണ്. സ്വയം തന്നെ ധനവാനും സ്വർഗത്തിൻ്റെ അധികാരിയുമാകണം. മറ്റുള്ളവരെയും ആക്കണം. ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം. ആർക്ക് വഴി എങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഡ്രാമ അനുസരിച്ച് എന്ത് പാസ്റ്റായോ അത് ഡ്രാമ. സെക്കൻഡ് ബൈ സെക്കൻഡ് എന്ത് നടക്കുന്നുവോ അതിനെ നമ്മൾ സാക്ഷിയായി നോക്കുന്നു. കുട്ടികൾക്ക് ബാബ ദിവ്യദൃഷ്ടിയിലൂടെ സാക്ഷാത്കാരവും നൽകുന്നു. മുന്നോട്ടു പോകവേ നിങ്ങൾ ധാരാളം സാക്ഷാത്കാരം കാണും. മനുഷ്യർ ദുഃഖത്തിൽ നിലവിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ സന്തോഷത്തിൽ കൈയടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. അപ്പോൾ തീർച്ചയായും പുതിയ ലോകം വേണം. അതിനുവേണ്ടി ഈ വിനാശം നിൽക്കുകയാണ്. ഇത് നല്ലതാണല്ലോ. മനുഷ്യർ വിചാരിക്കുന്നു പരസ്പരം യുദ്ധം ചെയ്യാതിരിക്കണം, പീസ് ഉണ്ടാകണം, ഇത്രമാത്രം. എന്നാൽ ഇത് ഡ്രാമയിൽ അടങ്ങിയതാണ്. 2 കുരങ്ങന്മാർ പരസ്പരം അടികൂടി വെണ്ണ ഇടയിലുള്ള മൂന്നാമത്തെ ആൾക്ക് ലഭിച്ചു. ഇപ്പോൾ ബാബു പറയുന്നു, പിതാവായ എന്നെ ഓർമ്മിക്കൂ. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യൂ. കഴിയേണ്ടതും സാധാരണമായാണ്. ആഹാരവും സാധാരണമാണ്. ഇടയ്ക്കിടയ്ക്ക് സൽക്കാരവും നടത്തുന്നു. ഏത് ഭണ്ഡാരയിൽ നിന്നുമാണോ കഴിച്ചത്? പറയുന്നു, ബാബ ഇതെല്ലാം അങ്ങയുടേതാണ്.
ബാബ പറയുന്നു, ട്രസ്റ്റിയായി സംരക്ഷിക്കൂ. ബാബ സർവ്വതും അങ്ങാൽ നൽകപ്പെട്ടതാണ്. ഭക്തിമാർഗത്തിൽ വെറുതെ പറയുക മാത്രം ചെയ്യുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നിങ്ങളോട് പറയുന്നു, ട്രസ്റ്റിയാകൂ. ഇപ്പോൾ ഞാൻ മുന്നിലുണ്ട്. ഞാനും ട്രസ്റ്റിയായി പിന്നെ നിങ്ങളെ ട്രസ്റ്റിയാക്കുന്നു. എന്ത് ചെയ്താലും ചോദിച്ച ശേഷം ചെയ്യൂ. ബാബ ഓരോ കാര്യത്തിലും നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കും. ബാബ കെട്ടിടമുണ്ടാക്കട്ടെ, ഇത് ചെയ്യട്ടെ. ബാബ പറയും, ചെയ്തുകൊള്ളൂ. പിന്നെ പാപാത്മാക്കൾക്ക് നൽകാതിരിക്കണം. പുത്രി അഥവാ ജ്ഞാനത്തിൽ നടക്കുന്നില്ലെങ്കിൽ, വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യുവാൻ സാധിക്കും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ എന്തിന് അപവിത്രമാകുന്നു? എന്നാൽ ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ലെങ്കിൽ പതീതമായി മാറുന്നു. അനേകം പ്രകാരത്തിലുള്ള കേസും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പവിത്രമായിരിക്കുമ്പോഴും മായയുടെ അടികൊള്ളുന്നു, കേടായി പോകുന്നു. മായ വളരെ പ്രബലമാണ്. അവരും കാമത്തിന് വശപ്പെടുന്നു. പിന്നെ പറയുന്നു, ഡ്രാമയുടെ ഭാവി, അതായത് ഡ്രാമയിൽ നിശ്ചയിക്കപ്പെട്ടത്. ഈ നിമിഷം വരെയും എന്തെല്ലാം സംഭവിച്ചുവോ കഴിഞ്ഞ കൽപ്പത്തിലും സംഭവിച്ചിരുന്നു. നത്തിങ് ന്യൂ. നല്ല കാര്യം ചെയ്യുന്നതിൽ വിഘ്നമിടുന്നു. പുതിയ കാര്യമല്ല. നമുക്ക് ശരീരവും മനസ്സും ധനവും കൊണ്ട് ഭാരതത്തെ തീർച്ചയായും സ്വർഗമാക്കേണ്ടതുണ്ട്. സർവ്വതും ബാബയിൽ സ്വാഹ ചെയ്യും. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ശ്രീമത്തിലൂടെ ഈ ഭാരതത്തിൻ്റെ ആത്മീയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ നമ്മുടെ രാജ്യം വീണ്ടും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഈ ആത്മീയ ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി 3 അടി ഭൂമിയിൽ തുറക്കൂ. അതിലൂടെ മനുഷ്യർ എവർ ഹെൽത്തിയും വെൽത്തിയും ആകട്ടെ. 3 അടി ഭൂമി പോലും ആരും നൽകുന്നില്ല. BK മാന്ത്രിക വിദ്യ കാണിക്കും, സഹോദരി സഹോദരനാക്കി മാറ്റും എന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഡ്രാമയിൽ വളരെ നല്ല യുക്തി വെക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരി സഹോദരന്മാർക്ക് കുദൃഷ്ടി വയ്ക്കുവാൻ സാധിക്കില്ല. ഇക്കാലത്താണെങ്കിൽ ലോകത്തിൽ ഇത്രമാത്രം മലിനതയുണ്ട്, കാര്യം ചോദിക്കുകയേ വേണ്ട. ഏതുപോലെ ബാബയ്ക്ക് ദയ ഉണ്ടായോ അതേപോലെ കുട്ടികളായി നിങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ്. ഏതുപോലെ ബാബ നരകത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ ദയാഹൃദയരായ കുട്ടികളായ നിങ്ങൾക്കും ബാബയുടെ സഹായി ആകേണ്ടതുണ്ട്. ധനമുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി തുറന്നുകൊണ്ടിരിക്കൂ. ഇതിൽ കൂടുതൽ ചിലവിൻ്റെ കാര്യമേ ഇല്ല. കേവലം ചിത്രം വയ്ക്കൂ. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ ജ്ഞാനം എടുത്തിട്ടുണ്ടാകുമോ അവരുടെ പൂട്ട് തുറന്നുകൊണ്ടിരിക്കും. അവർ വന്നുകൊണ്ടിരിക്കും. എത്ര കുട്ടികൾ ദൂരെ ദൂരെ നിന്നും പഠിക്കുന്നതിന് വേണ്ടി വരുന്നു. ബാബ ഇങ്ങനെയും കണ്ടിട്ടുണ്ട്. രാത്രിയിൽ ഒരു ഗ്രാമത്തിൽ നിന്നും വരുന്നു, രാവിലെ സെൻറ്ററിൽ വന്ന് സഞ്ചി നിറച്ചു കൊണ്ട് പോകുന്നു. സഞ്ചി ഒഴുകിക്കൊണ്ടേയിരിക്കും വിധത്തിലുമാകരുത്. അവർ പിന്നെ എന്ത് പദവി നേടുവാനാണ്? കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. പരിധിയില്ലാത്ത ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. പരിധിയില്ലാത്ത സമ്പത്ത് നൽകുവാൻ എത്ര സഹജമായ ജ്ഞാനമാണ്. ബാബ മനസ്സിലാക്കുന്നുണ്ട്, ആരാണോ തീർത്തും കല്ല് ബുദ്ധികൾ അവരെ പവിഴ ബുദ്ധി ആക്കേണ്ടതുണ്ട്. ബാബയ്ക്കാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒന്ന് ഗുപ്തമാണല്ലോ, ജ്ഞാനവും ഗുപ്തമാണ്. മമ്മയും ബാബയും ഈ ലക്ഷ്മി നാരായണൻ ആകുന്നു. അപ്പോൾ നമ്മൾ പിന്നെ കുറഞ്ഞവരാകുമോ? നമ്മളും സർവീസ് ചെയ്യും. ഈ ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ നമ്മുടെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് യോഗബലത്തിലൂടെ. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. അവിടെ പിന്നെ ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല. ഈ ജ്ഞാനം ഇപ്പോഴത്തേക്ക് വേണ്ടിയുള്ളതാണ്. ശരി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ.
ധാരണയ്ക്കുള്ള മുഖ്യസാരം. വിവേകശാലിയായി തൻ്റെ സർവ്വതും പ്രഭുവിൻ്റെ നാമത്തിൽ സഫലമാക്കണം. പതിതർക്ക് ദാനം നൽകാതിരിക്കണം. ബ്രാഹ്മണരോടല്ലാതെ മറ്റാരുമായും കണക്ഷൻ വയ്ക്കരുത്. ജ്ഞാനം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും വിധത്തിൽ ബുദ്ധിയാകുന്ന സഞ്ചിയിൽ സുഷിരങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നതിനായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗുപ്ത സന്തോഷത്തിലിരിക്കണം. ബാബയ്ക്ക് സമാനം ദയാഹൃദയർ ആകണം. വരദാനം: സമ്പന്നതയിലൂടെ സന്തുഷ്ടത അനുഭവിക്കുന്ന സദാ ഹർഷിതവും വിജയിയുമായി ഭവിക്കട്ടെ. ആരാണോ സർവ ഖജനാവുകൾ കൊണ്ടും സമ്പന്നം, അവർ തന്നെയാണ് സദാ സന്തുഷ്ടം. സന്തുഷ്ടത എന്നാൽ സമ്പന്നത എന്നർത്ഥം. ഇതുപോലെ ബാബ സമ്പന്നമാണ്. അതിനാൽ മഹിമയിൽ സാഗരം എന്ന വാക്ക് പറയുന്നു. അതേപോലെ കുട്ടികളായി നിങ്ങളും മാസ്റ്റർ സാഗരം, അതായത് സമ്പന്നമാകൂ. അപ്പോൾ സദാ സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. ഉള്ളിൽ സന്തോഷമല്ലാതെ മറ്റൊന്നും വരിക സാധ്യമല്ല. സ്വയം സമ്പന്നമാകുന്നത് കാരണം ആരോടും മടുപ്പുണ്ടാവുകയില്ല. ഏതൊരു പ്രകാരത്തിലുമുള്ള കുഴപ്പങ്ങളോ വിഘ്നങ്ങളോ ഒരു കളിയായി അനുഭവപ്പെടും. സമസ്യ മനോരഞ്ജനത്തിനുള്ള ഉപാധിയായി മാറും. നിശ്ചയബുദ്ധിയായത് കാരണം സദാ ഹർഷിതവും വിജയിയും ആയിരിക്കും. സ്ലോഗൻ: നിർണായകമായ പരിതസ്ഥിതികളെ ഭയപ്പെടാതിരിക്കൂ. അവയിൽ നിന്നും പാഠം പഠിച്ച് സ്വയം തന്നെ പരിപക്വമാക്കൂ. മാതേശ്വരിജിയുടെ അമൂല്യ മഹാവാക്യം. പരമാത്മാവ് ഗുരുവിൻ്റെയും ടീച്ചറിൻ്റെയും പിതാവിൻ്റെയും രൂപത്തിൽ ഭിന്ന ഭിന്ന സംബന്ധങ്ങളുടെ ആസ്തി നൽകുന്നു. നോക്കൂ, പരമാത്മാവ് 3 രൂപങ്ങൾ ധാരണ ചെയ്ത് ആസ്തി നൽകുന്നു. അത് നമ്മുടെ പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ഇപ്പോൾ പിതാവുമായി പിതാവിൻ്റെ ബന്ധമുണ്ട്, ടീച്ചറിനോട് ടീച്ചറിൻ്റെ ബന്ധമുണ്ട്, ഗുരുവിനോട് ഗുരുവിൻ്റെ ബന്ധമുണ്ട്. അഥവാ പിതാവുമായി ബന്ധം വേർപെടുത്തിയെങ്കിൽ സമ്പത്ത് എങ്ങനെ ലഭിക്കും? എപ്പോഴാണോ പാസ്സായി ടീച്ചറിലൂടെ സർട്ടിഫിക്കറ്റ് നേടുന്നത്, അപ്പോഴാണ് ടീച്ചറിൻ്റെ കൂട്ട് ലഭിക്കുന്നത്. അഥവാ ബാബയുടെ വിശ്വസ്തനും ആജ്ഞാകാരിയുമായ കുട്ടിയായി ഡയറക്ഷൻ അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ ഭാവിയിലേക്ക് പ്രാപ്തി ഉണ്ടാവുകയില്ല. പിന്നെ പൂർണ്ണ സദ്ഗതിയും പ്രാപ്തമാക്കാൻ സാധിക്കില്ല. പിന്നെ ബാബയിൽ നിന്നും പവിത്രതയുടെ സമ്പത്തെടുക്കാനും സാധിക്കില്ല. പരമാത്മാവിൻ്റെ പ്രതിജ്ഞയാണ്. അഥവാ നിങ്ങൾ തീവ്ര പുരുഷാർത്ഥം ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് 100 മടങ്ങ് നേട്ടം നൽകും. കേവലം പറയുവാൻ വേണ്ടി ഉള്ളതല്ല, ആ ഒന്നിനോട് ആഴത്തിലുള്ള ബന്ധവും ആവശ്യമാണ്. അർജുനനോടും ആജ്ഞാപിച്ചുവല്ലോ, എല്ലാവരെയും വധിക്കൂ, നിരന്തരം എന്നെ ഓർമ്മിക്കൂ. പരമാത്മാവാണെങ്കിൽ സമർത്ഥനാണ്, സർവശക്തിവാനാണ്. ആ ഒന്ന് തൻ്റെ വാഗ്ദാനം തീർച്ചയായും നിറവേറ്റും. എന്നാൽ കുട്ടികളും എപ്പോഴാണോ ബാബയുമായി ബന്ധം നിറവേറ്റുന്നത്, എപ്പോഴാണോ എല്ലാവരിൽ നിന്നും ബുദ്ധിയോഗം മുറിച്ച് ഒരു പരമാത്മാവുമായി യോജിപ്പിക്കുന്നത്, അപ്പോൾ തന്നെയാണ് ആ ഒന്നിൽ നിന്നും സമ്പൂർണ്ണ സമ്പത്ത് ലഭിക്കുന്നത്. അവ്യക്ത സൂചന: സത്യതയും സഭ്യതയുമാകുന്ന കൾച്ചർ സ്വായത്തമാക്കൂ. ആവേശത്തിൽ വന്ന് അഥവാ ആരെങ്കിലും സത്യത്തെ തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ ഏതെങ്കിലുമൊക്കെ അസത്യത അടങ്ങിയിട്ടുണ്ട്. ഞാൻ തീർത്തും സത്യമാണ് പറയുന്നത്, 100% സത്യമാണ് പറയുന്നത് എന്നത് പല കുട്ടികളുടെയും ഭാഷ ആയിരിക്കുകയാണ്. എന്നാൽ സത്യത്തെ തെളിയിക്കേണ്ട ആവശ്യമില്ല. സത്യത ഇങ്ങനെയുള്ളൊരു സൂര്യനാണ്. അതിന് മറഞ്ഞിരിക്കാൻ സാധിക്കില്ല. എത്ര തന്നെ ചുമരുകൾ ആരെങ്കിലും മുന്നിൽ കൊണ്ടുവന്നാലും സത്യതയുടെ പ്രകാശം ഒരിക്കലും മറഞ്ഞിരിക്കുക സാധ്യമല്ല. സഭ്യതാപൂർവമുള്ള വാക്കും സഭ്യതാപൂർവമുള്ള പെരുമാറ്റവും ഇതിൽ തന്നെയാണ് സഫലതയുള്ളത്.
ഓം ശാന്തി. ഓം ശാന്തി. ഏകാന്തമായിരുന്ന് അന്തർമുഖ അവസ്ഥയിൽ ആത്മഭാവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ദേഹമാകുന്ന രഥത്തിൽ ദേഹിയായ ഞാൻ സാരഥിയായി സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്, പവിത്രതയാണ്. ശാന്തിയുടെയും പവിത്രതയുടെയും ആത്മീയ തരംഗങ്ങൾ ആത്മസ്വരൂപത്തിൽ നിന്നും നാനാഭാഗത്തും വ്യാപിക്കുന്നു. ജ്യോതി സ്വരൂപ ആത്മാവായ ഞാൻ ബുദ്ധിബലത്താൽ ദേഹത്തിൻ്റെ ആധാരം വേർപെടുത്തി പരംധാം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഈ ജ്യോതി ദേശം എത്ര ശാന്തി നിറഞ്ഞതാണ്, എത്ര സ്വീറ്റ് സൈലൻസ് നിറഞ്ഞ. ഈ ദിവ്യലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ അനുഭവവേദ്യമാകുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ഗഹനത ഞാൻ അനുഭവിക്കുന്നു. ഈ ജ്യോതി ദേശത്തിലെ പരമജ്യോതിയായ പരമാത്മാവിൻ്റെ ദിവ്യ സ്വരൂപത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. പരമാത്മാവിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്ത് മന്മനാഭവ മന്ത്രത്തിൻ്റെ സ്വരൂപമായി ഞാൻ മാറുന്നു. ഈ ശ്രേഷ്ഠ സംഘത്തിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ആത്മാവിൽ സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്നു. സർവ ആത്മീയ ഗുണങ്ങളുടെയും ശക്തികളുടെയും സമ്പന്നത കൈവരുന്നു. സംഗമയുഗത്തിൽ മാത്രം ലഭിക്കുന്ന ഈ പരമാത്മാ കൂടിക്കാഴ്ചയുടെ ശ്രേഷ്ഠ സൗഭാഗ്യം ഞാൻ ആസ്വദിക്കുന്നു. ഈ പരമാത്മാ സംഘത്തിലൂടെ പ്രാപ്തമായ സമ്പന്ന അവസ്ഥ നിലനിർത്തി ഞാൻ ദേഹമാകുന്ന രഥത്തിൽ
സാരഥിയായി യോഗയുക്ത അവസ്ഥയിൽ അവതരിക്കുന്നു.